ഉന്നത വിദ്യാഭ്യാസം ആകെ തകർന്ന് തെരിപ്പണായിരിക്കുക. അതിൽ ഗവർണർക്ക് ഉത്തരവാദിത്വമുണ്ട്, ഗവൺമെൻറ്റിന് ഉത്തരവാദിത്വം. ഇപ്പോൾ ഈ ഭാരതാംബയുടെ ചിത്രത്തിൻ്റെ പേരിൽ നടന്ന വിവാദം, അത് ഈ സിൻഡിക്കേറ്റിൽ വോട്ടെടുപ്പ് വന്നപ്പോൾ ഒരു സാങ്കേതിക തർക്കമാണ്. VC പറയുന്നത് യോഗം പിരിച്ചു വിട്ടതിന് ശേഷം സസ്പെൻഷൻ പിൻവലിക്കാൻ തീരുമാനിച്ചു എന്നാണ്. അത് കോടതിയിൽ ചോദ്യം ചെയ്യണം, കോടതിയുടെ തീരുമാനം എന്താണെന്ന് അംഗീകരിക്കണം. അതിന് പകരം SFI DYFIനെയൊക്കെ ഇളക്കി വിട്ട് സർവകലാശാലകൾക്ക് കല്ലെറിയുന്ന സമരാഭാസത്തിനോട് യോജിക്കാൻ നിർത്തിയില്ല. ഇപ്പോൾ രജിസ്ട്രാറുടെ സെനറ്റ് ഹാളിലെ നടപടിയെ ഞങ്ങൾ പരസ്യമായി പിന്തുണച്ചിട്ടുണ്ട്. ഞങ്ങളുടെ അംഗം വോട്ടെടുപ്പിൽ രജിസ്ട്രാർക്ക് അനുകൂലമായിട്ടാണ് വോട്ട് ചെയ്തത്. പക്ഷേ അതിനുശേഷം നടക്കുന്ന സമരം കേരളത്തിലെ ഭരണപരാജയത്തിൻ്റെ അറ്റൻഷൻ ഡൈവേർട്ട് ചെയ്യാനും ഞങ്ങൾ BJP എതിർക്കുന്നു എന്ന് മേനി കാണിക്കാനും വേണ്ടിയിട്ടുള്ള സമരമാണ്. പക്ഷെ അതിൻ്റെ പേരിൽ നടക്കുന്ന അക്രമങ്ങളുടെ ഒരു ദുരന്തം അനുഭവിക്കുന്ന കുട്ടികളാണ്. ചാൻസലറാണോ വിജയിച്ചത് അല്ലെങ്കിൽ ഗവൺമെൻറ്റാണോ വിജയിച്ചതെന്ന് ചോദിച്ചാൽ കുട്ടികൾ തോറ്റു, അവരുടെ ഭാവി നശിപ്പിക്കുക. അടിയന്തരമായി ഇക്കാര്യത്തിൽ ഗവൺമെൻറ് ഒരു ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിക്കണം. ഗവർണറുമായി മുഖ്യമന്ത്രി സംസാരിച്ച് ഈ കുരുക്കിൽ നിന്ന് കുട്ടികളെ രക്ഷിക്കണം. അതല്ലാതെ രണ്ടുപേരും രണ്ടുപേരുടെ രീതിയിൽ വാശിക്ക് പോയാൽ കുട്ടികളുടെ ഭാവി ഇരുളടഞ്ഞാവും. ഇപ്പോൾ തന്നെ ഏതാണ്ട് പൂർണ്ണമായിട്ട് ഈ മേഖല തകർന്നുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഈ വൈസ് ചാൻസലർമാരെ 13-ൽ 12 അടുത്തും വൈസ് ചാൻസലർമാരില്ല. പക്ഷേ ഗവൺമെൻറ് കോളേജ് പ്രിൻസിപ്പളെ വയ്ക്കേണ്ടത് ഗവർണറല്ലല്ലോ, ഗവൺമെൻറ് അല്ലേ. എന്തുകൊണ്ടാണ് വയ്ക്കാത്തത്? 1-2 ഗവൺമെൻറ് കോളേജിൽ ഒഴികെ ഒരിടത്തും പ്രിൻസിപ്പൾമാരില്ല. പിന്നെ എന്താണ് മന്ത്രി ബിന്ദു എന്ത് മേനിയാണ് നടിക്കുന്നത് അവിടെ? അതിൻ്റെ കുറ്റം ഗവർണർക്കാണ്. ഗവർണർ തെറ്റ് ചെയ്യുന്നുണ്ട്. ഗവർണർ ഇവിടെ എന്താ പറയേണ്ടത്, നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ രാജ്ഭവനെ BJP ഓഫീസാക്കി മാറ്റുകയാണ്. അതിനെ ഞങ്ങൾ ശക്തമായിട്ട് എതിർക്കും. പക്ഷേ കുട്ടികളുടെ ഭാവി വെച്ച് കളിക്കാൻ പാടില്ല. അതുകൊണ്ട് അടിയന്തരമായി മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ ഗവർണറുമായി സംസാരിച്ച് പരിഹാരം ഉണ്ടാക്കുക, അല്ലെങ്കിൽ രാഷ്ട്രപതിക്ക് മുഖ്യമന്ത്രി കത്തയക്കുക. അവിടെ ഈ രംഗത്തിന് തകരാറുണ്ടാക്കുന്നു ഗവർണർ എന്ന് പറഞ്ഞു. ഇത് രണ്ടിലൊന്ന് ചെയ്യാൻ മുഖ്യമന്ത്രി തയ്യാറാണ്. അപ്പോൾ അദ്ദേഹം ചികിത്സ കഴിഞ്ഞ് വന്നല്ലോ. അടിയന്തരമായി ഇക്കാര്യത്തിന് അദ്ദേഹം പ്രാധാന്യം നൽകും. ഈ ഇത്തരം വിഷയങ്ങളൊക്കെ പൊതുവായി നിൽക്കുമ്പോൾ ആരുടെ സമരമാണ് നല്ലതെന്നുള്ള ഉപദേശം മുതിർന്ന നേതാക്കൾ നടത്തുന്നത് ശരിയാണോ? കോൺഗ്രസ് സമരം ഇത് ഞാൻ പറയാം, യൂണിവേഴ്സിറ്റിയിൽ ഇന്ന് SFIയും DYFIയും നടത്തുന്ന സമരങ്ങൾ സമരാഭാസങ്ങളാണ്. അക്കാര്യം വളരെ വ്യക്തമായി പ്രതിപക്ഷ നേതാവും KPC പ്രസിഡന്റും പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് പാർട്ടിയുടെ നയം.